നമ്മളെല്ലാവരും കൂടെ നേവിക്ക് പോവുകയാണ്. ട്രെയിൻ അനങ്ങി തുടങ്ങി. നമ്മൾ അഹമ്മദാബാദ് എത്തിയിരിക്കുകയാണ്. കുളിരിനോ കൂട്ടിനോ പാട്ടിനോ ജയ്സർമീലി അമ്മേ ഇടത് കാര്യമാണ് കുത്തിയത്. പിടിക്കാൻ പറഞ്ഞേ ഇപ്പൊ ടിപ്പർ മറിക്കണോ നമ്മളെ മറിച്ചിട്ടോടാ. ഇതാണ് ഫോർട്ട്, ജയ്സൽമീർ ഫോർട്ട് എന്ന് പറഞ്ഞാൽ ഇതാണ്. ഒടുക്കത്തെ ചൂട് കൈസ്, ഒടുക്കത്തെ ചൂട് എന്റെ പൊന്നി. അല്ലെങ്കിൽ ഇപ്പൊ ഒണ്ടിക്കാം, പക്ഷേ ഒപ്പിക്കാം. ആഫ്രിക്ക ആനന്ദിന്റെ കല്യാണം 3 വർഷം കഴിഞ്ഞ് ഫിക്സ് ചെയ്തു. പുള്ളിയുടെ മോളാണ് വധു. എല്ലാരും വരണം. ഡൽഹിയിലെ മണ്ണിൽ 2 കാര്യം കുത്തി ഞാൻ ഇറങ്ങിയിരിക്കുകയാണ്. ദിസ് ഈസ് ദ ഇന്ത്യ ഗേറ്റ്. എന്തൊരു ഭംഗി ഗൈസ്. ഇന്ത്യ ഗേറ്റിനെ കുറിച്ച് എന്താണ് അഭിപ്രായം? അടിപൊളി സാധനം. ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഐവിയുടെ വീഡിയോസ് ആണ് നല്ല നടക്കുന്നത്. അപ്പം ഹോപ്പ് യു ഓൾ ഗൈസ് ആർ എൻജോയിങ് ദ വീഡിയോസ്. കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടതുപോലെ എൻ്റെ സൗണ്ട് മൊത്തം പോയിരുന്നു. അന്ന് ജയ്സൽമീറിൽ രാത്രി പൂളിലിറങ്ങിയതിന് ശേഷം എൻ്റെ സൗണ്ട് പോയി. പിന്നെ വെയിൽ കൊണ്ടു, അടുത്ത മണാലിയിലെത്തി. അപ്പം വീണ്ടും സൗണ്ട്, എൻ്റെ ഇൻറ്റൻസിറ്റി വീണ്ടും കുറഞ്ഞിരിക്കുകയും. നിങ്ങൾക്ക് കഴിഞ്ഞ എപ്പിസോഡ് കണ്ടാൽ മനസ്സിലാവും എൻ്റെ സൗണ്ടൊന്നും ഇല്ലായിരുന്നു. പിന്നെ ഞാൻ കുറേ കട്ട് ചെയ്തിട്ട് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നിങ്ങൾക്കൊന്നും കേൾക്കാൻ പറ്റില്ല, കാരണം എൻ്റെ സൗണ്ട് കുറവാണ്. ബാക്ക്ഗ്രൗണ്ട് സൗണ്ട് കുറച്ചുകൂടെ കൂടുതലാകുമ്പോൾ ഒന്ന് കേൾക്കാം. മണാലിയിലും അങ്ങനെയാണ് കേസ്. വേണ്ടിയിട്ട് വേറെ ഫൂട്ടേജസും ഇല്ല. അപ്പോൾ ചെറിയ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്, ദയവായി ക്ഷമിക്കുക. അപ്പോൾ നമ്മൾ വീഡിയോയിലായിട്ട് പോവുകയാണ്. ഓക്കെ. മണാലിയുടെ മഞ്ഞ്. പുറത്ത് തണുപ്പുണ്ട്. മണാലി എങ്ങനെയുണ്ട്? മണാലി എങ്ങനെയുണ്ട്? അടിപൊളി, കേടില്ല. തണുപ്പെന്നൊക്കെ പറഞ്ഞാൽ സഹിക്കാൻ വയ്യ. പറ്റിയുള്ള നിന്റെ അഭിപ്രായം പറ. കിടില ലൊക്കേഷൻ, കാടാണ്, നമ്മുടെ പൈൻ കാടുകൾ. എൻ്റെ വരാന്തയിലൂടെ നമ്മൾ നമ്മുടെ ഹോട്ടലിലേക്ക് നടക്കുകയാണ്. ബാക്കി പിള്ളേരൊക്കെ പോയി ഗൈസ്. ഞാൻ ഒരു ഗ്ലൗസ് മേടിക്കാൻ, ഐസിൽ ഗ്ലൗസ് വേണ്ടേ, അതുകൊണ്ടാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ റൂം, മണാലിയിലെ റൂം. ഇതാണ് വാഷ്റൂം. അപ്പം നമ്മളൊന്ന് ഫ്രഷ് ആവട്ടെ ഗൈസ്. ഓക്കെ ഗൈസ്, നമ്മൾ ഇന്നലെ സരോജിനി മാർക്കറ്റിൽ പോയെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഞാൻ ഒരു ട്രൈപോഡ് മേടിച്ചു. കഴിഞ്ഞ ട്രൈപോഡ് പൊട്ടിപ്പോയി താർ ഡെസേർട്ടിൽ വെച്ച്. അപ്പം വേറെ സംഭവം മേടിച്ചതാ. ഇത് കണ്ടാ, എത്രയാണ് റേറ്റ്? എത്രയാണ്? ഗസ് ദ പ്രൈസ്. ലാസ്റ്റ് പറയാം കേട്ടോ വീഡിയോയിലെ. ഡിസൈൻഡ് ബൈ ഡിസൈൻഡ് ബൈ ആപ്പിൾ കാലിഫോർണിയ. കറക്റ്റ്. ആപ്പിള് തോറ്റു. ഞാൻ ഒരു കേസും കൂടെ മേടിച്ചു. കേസ് അതാണ്. അർജുൻ കുളിച്ചിറങ്ങിയതാണ് കേസ്. അത് എയർപോർട്സ് പ്രോയിൻ്റെ ഇതാണ്. ഞാൻ ട്രൈ ചെയ്ത് നോക്കി, കൊള്ളാം, കുഴപ്പമില്ല. നല്ല ആവശ്യത്തിന് ക്വാളിറ്റി ഉണ്ട്. 450 രൂപയ്ക്കൊക്കെ ഇടാനുണ്ട്. കോപ്പിയാണ്. അങ്ങനെയൊന്നും പറയാതെ. എൻ്റെ ഇതിലെ ചാർജർ മറ്റേ ഇതാണ്, ലൈറ്റ്നിങ് കേബിളാണ്. പിന്നെ ഒന്നുമില്ല. പിന്നെ ബഡ്സിന്റെ പല സൈസ്. ഇതാണ് നമ്മൾ മേടിച്ചത് ഗീസ്. വേറെ ഒന്നിനെ ഒന്നും മേടിച്ചില്ല. പിന്നെ വീട്ടിലെത്തി കൊച്ചു സംഭവം മേടിച്ചില്ല. അപ്പൊ
അവൻ്റെ കുളി കഴിഞ്ഞ് എനിക്കും കുളിക്കണം. നമ്മുടെ മണാലി ഒന്ന് എക്സ്പ്ലോർ ചെയ്യണമല്ലോ. ഓക്കെ ഇനി ഇതൊന്ന് യൂസ് ചെയ്യാനാണ് ഗൈസ്. ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ എപ്പോഴെങ്കിലും ഫുൾ റിവ്യൂ പറഞ്ഞുതരാം. ഓക്കെ ഗൈസ്, ഹോട്ടലിൽ നിന്ന് ഇറങ്ങി ഗൈസ്. ഇവിടെ ഒടുക്കത്തെ തണുപ്പ്, എനിക്ക് തണുത്തിട്ട് പാടില്ല. ഇവിടെ ആനിടെ കൂടെ മഴയും. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും കഴിക്കാൻ പോകണം. ഇനി കട അന്വേഷിച്ച് പോവുകയാണ്. ഏതെങ്കിലും കടയിൽ കയറിയിട്ട് വിളിക്കാം ഗൈസ്. വിളിക്കാമെന്ന് പറയാം ഗൈസ്. ഫുഡ് കഴിച്ചിട്ട് ഇനി അടുത്ത് ഒരു ഹഡിംബ ടെമ്പിളിൽ നിന്ന് ടെമ്പിളിലോട്ട് പോവുകയാണ്. അപ്പം ഹഡിംബയില്ലേ നോക്കിയിരിക്കുന്നു, ഹഡിംബ ടെമ്പിളിലോട്ട് പോവുകയാണ് ഗൈസ്. അപ്പം എന്താണ് സംഭവം എന്ന് പറഞ്ഞാൽ പോയി നോക്കണം. ഓക്കെ, പോയി നോക്കാം ഗൈസ്. ആ ടെമ്പിളിലോട്ട് പോണ വഴിയാണ്. അത് ബ്യൂട്ടിഫുൾ ആയിട്ട് എടാ മഞ്ഞ് വീഴുമ്പോലെ പൂ വീണ് നല്ല രസമുണ്ട്. ക്യാമറ കാണുന്നില്ല പക്ഷെ. വാവ് ഗൈസ്, ഇതാണ് ടെമ്പിളിലേക്ക് പോവേണ്ട വഴി. ശരിയാണ്, പാർക്കിങ്ങിന് ഇരിക്കുന്ന വില 1000 രൂപ. ഏതോ കാട്ടിനടിയിൽ കൂടെ ആണ് പോകുന്നത് ഗൈസ്. മഞ്ഞുമലാണ് ഗൈസ് ദൂരെ. നമുക്കിത് ഈ പടി മൊത്തം കയറി പോകണം. ഒരു കാട്ടിനകത്തൂടെ പോകുന്ന പോലെ ഉണ്ട് ഗൈസ്. കിടില. ഗൈസ്, അതാണ് ആ ടെമ്പിൾ. നമ്മൾ ഈ മല കയറി പടി കയറി മല കയറി. ഇവിടെ ഒരു യാക്കിരിപ്പുണ്ട്. ഇവിടെ ഇതൊക്കെ കോമൺ കാഴ്ചകളാണ്. അതാ ടെമ്പിൾ എത്തി ഗൈസ്. ഓ മൈ ഗോഡ്. വലിയ പൈൻ മരങ്ങളുടെ ഇടയിൽ ഒരു ക്ഷേത്രം ഏത് എൻ്റെ എൻ്റെ സംബന്ധങ്ങൾ ഒന്നും എനിക്കറിയില്ല. പോയി നമുക്ക് നോക്കാം ഗൈസ്. ഇത് കണ്ട ഗൈസ്, കൊള്ളാമല്ലേ? എന്തോ മുയലുമായിട്ട് ഇരിപ്പുണ്ട്. ഒരു ഫോട്ടോയ്ക്ക് 30 രൂപ. എന്ത് സെറ്റപ്പാണ്. നമ്മൾ ടെമ്പിളിലേക്ക് കയറിയിട്ടുണ്ട് ഗൈസ്. അകത്ത് കയറി ഗൈസ് ടെമ്പിളിൻ്റെ അവിടെ എന്തൊരു പ്രസാദം തോന്നുന്നു. അതും കഴിച്ചിട്ട് നമ്മൾ ഇവർക്കുള്ള ഫോട്ടോ എടുക്കണം. നമ്മൾ ഓരോരുത്തരും ഫോട്ടോ എടുക്കുന്നുണ്ട്. നമ്മളൊന്ന് ഫോട്ടോ എടുക്കണം. ഓക്കെ ഗൈസ്, എവിടെയോ പരിചയമുള്ള പിള്ളേര്. ഇതെല്ലാം നമ്മളെ ക്ലാസ് ആണല്ലോ. എന്നാലും മിസ് കൂടെ പാത്തത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി അടുത്ത് ഏതോ ഒരു വ്യൂ പോയിന്റിലോട്ട് പോവുകയാണ്. വണ്ടി ഇവനേതോ മൊണാസ്ട്രിയിൽ പോകണമെന്നും പറഞ്ഞു. അവന് എന്തായാലും പ്രായമായി. ഇനിയിപ്പം പ്രാർത്ഥനയായിട്ടൊക്കെ കൂടാന്ന് വിചാരിക്കും. ഓക്കെ, മൊണാസ്ട്രി അടച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇനിയിപ്പം തിരിച്ച് ഹോട്ടലിലോട്ട് പോവാം. വേറെ പരിയൊന്നുമില്ല. എന്താടാ സ്വരൂപേ? വ്യൂ പോയിന്റ് ഇതാണ് ഗൈസ്. ക്യാമറയിൽ കിട്ടുന്നുണ്ടോ എന്നറിയില്ല. ദിസ് ഈസ് എ വ്യൂ പോയിന്റ്. വണ്ടർഫുൾ ഗൈസ്. അതിനുശേഷം ഇപ്പം ഷോപ്പിംഗ് ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഗൈസ് ഇവിടെ മണാലിയിൽ. ഇനി ഇന്നത്തെ ദിവസത്തിനൊരു സ്പെഷ്യാലിറ്റി ഉണ്ട് ഗൈസ്. ഇന്ന് ദേവത്തിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അവ അറിഞ്ഞില്ലെന്നാണ് വിശ്വാസം. ഒരു സർപ്രൈസ് പാർട്ടി പ്ലാൻ ചെയ്തിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് പോകണം. നമുക്ക് സർപ്രൈസ് ചെയ്യാം ഗൈസ്. ദേവത്തിൻ്റെ സെലിബ്രേഷന് വേണ്ടിയുള്ള ഒരുക്കങ്ങളാണ്. എല്ലാം കേൾക്കുന്നുണ്ടല്ലോ. അപ്പം എല്ലാം സെറ്റാണ്. ഞാൻ വരട്ടെ. ഒന്നുകൂടെ ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇത് ആഘോഷരാവ്.
കുറച്ച് ലക്ഷം പിന്നെ ദേവത്തിന്റെ ആവശ്യമില്ല, ഇനി അവന്റെ ആവശ്യമില്ല. സന്തോഷം നോക്കണേ. ഞെട്ടിയാ? ചെറുതായിട്ട് ചെറുതായിട്ട് നേട്ടങ്ങളോടാ അവന്റെ ചെണ്ടലിൽ എനിക്കും പങ്കുണ്ട്. അത് ഞെട്ടല് പോയതിനാ നിനക്ക് പങ്ക്. വോയിസൊക്കെ നിനക്കിനി അതെ സർപ്രൈസ് ആക്കി. നേരത്തെ ഫോൺ വിളിച്ച് പറഞ്ഞു കേസ്. എന്നാലും അവൻ സർപ്രൈസ് ആവുന്നതായിട്ട് ഭാവിച്ചു. അതിനവന് പോയിട്ടുണ്ട്. അവൻ അത്രയും ഒപ്പിച്ചെടുത്തല്ലടാ. ബ്ലോഗിന് വേണ്ടി മാത്രമാണ് ആ സാക്രിഫൈസ്. അല്ലെങ്കിൽ ഗുണമില്ലാത്ത പോലെ. എന്തോ ഇല്ലാതെ പോയി കഴിയുന്നില്ല. പോട്ട് പോട്ട് പോട്ട്. ഓക്കെ കേസ്, നമുക്ക് നാളെ 8 മണിക്ക് ഇറങ്ങാം. പുക വന്നു കേസ്, പുക വായിന്ന്. അയ്യോ ക്യാമറ കാണില്ല. ആ അതാ അതുകൊണ്ട് ക്യാമറ കാണുന്നില്ല കേസ്. എന്തോ അവന്റെ പുക കണ്ടില്ല. പുകയുണ്ട്. ആ കൊള്ളാം. തണുപ്പ് കൂടി കേസ്. നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പുറത്ത് പോവുക. അപ്പോൾ എവിടെയെങ്കിലും നല്ല ഫുഡ് സ്പോട്ട് നോക്കി പരീക്ഷണം ചെയ്യണം. എന്തായാലും പരീക്ഷിച്ചാലേ പറ്റൂ. ഫുഡ് സ്പോട്ട് കണ്ടുപിടിക്കുക, കഴിക്കുക. ഓക്കെ ഏകദേശം എന്തൊരു തണുപ്പ് കേസ്. 9 ഡിഗ്രി സെൽഷ്യസ്. അമ്പിയൊക്കെ മൂടി ഇപ്പോണ്ട് തടുത്തരച്ചിരിക്കുകയാണ്. അയ്യോ എന്താ തിരക്കില്ലേ? റൂമിലെത്തിയാൽ മതി. ശാന്തമായ മണലി നഗരം. അറ്റ് ദ റേറ്റ് ഓഫ് 11 മണി. എല്ലാവർക്കും തണുത്തിട്ട് ഒമ്മേ. ഇവിടുത്തെ പട്ടികളെല്ലാം ഭയങ്കര സൈസ്, ചെന്നൈ സൈസ് ഉണ്ട്. ഒമ്മേ തണുക്കണേ. അപ്പോൾ ഞാൻ ഗൈസ് റൂമിൽ പോട്ടെ. തണുപ്പുണ്ടോ വരത്തെ? അയ്യോ ഗൈസ്, ഇവ മനുഷ്യനല്ല, ദൈവമാണ്. ദൈവം ശരിക്കും ദൈവമാണെന്ന് തോന്നുന്നു കേട്ടോ. തണുപ്പത്ത് ഡാൻസ് കളിക്കുന്നത്. തണുപ്പ് കുറയും. ഗൈസ് നമ്മൾ അടുത്ത ദിവസമായി. ഇന്നലെ നടന്ന് ഭയങ്കര ഉറക്കമായിരുന്നു. കാരണം ഭയങ്കര തണുപ്പായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എണീറ്റ് തണുപ്പ് കാരണം. എന്തായാലും കുഴപ്പമില്ലായിരുന്നു. ഇന്ന് നമ്മൾ സിസു വാലിയിലൊക്കെയാണ് പോകുന്നതെന്നാണ് പറഞ്ഞത്. നമുക്ക് പോയി നോക്കാം. മഞ്ഞാണേ, മണാലി വരെ വന്നിട്ട് മഞ്ഞാണേ അല്ലേ? മഞ്ഞ് കാണാനായിട്ട് എല്ലാണോ ഗ്ലൗസൊക്കെ ഇട്ട് റെഡി ആയി നിൽക്കുകയും അല്ലേടാ അമ്പി? അമ്പി ഇന്നലെ ഉറങ്ങിയതുവരെ ആരും ഉറങ്ങിയിട്ടില്ല. ഞാൻ ഇന്നലെ ഉറങ്ങിയതുവരെ ഒറ്റ അപ്പം നമുക്ക് പോവാം കേസ്. നമ്മൾ ടെമ്പോ ട്രാവലറാണ് പോകണം. വേറെ ഏതാ വണ്ടി പോകില്ലെന്ന് എന്തോ പറയുന്നത്, വലിയ ബസ്സേ. അപ്പം നമുക്ക് അങ്ങോട്ട് പോവാം. ഓക്കെ. ഇതാണ് സിപ്പ് ലൈൻ ചെയ്യാനുള്ള കൗണ്ടർ. നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാമെന്ന് പ്ലാൻ ചെയ്യും. അതായത് ഇങ്ങറ്റം തൊട്ട് അങ്ങറ്റം വരെ അതോ പോകുന്നുണ്ടാവും. അതേപോലെ അങ്ങറ്റം വരെ പോകണം. ചെറുതൊരു പേടിപ്പെടുത്തുന്ന സംഭവമാണ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ചെയ്യാം. ഈ വണ്ടിയിലാണ് നമ്മൾ വന്നത്. ആരൊക്കെ? ഹൃദയയും മേഘയും ആദ്യമായിട്ട് ട്രൈ ചെയ്യാൻ പോയാണ്. അവരുടെ ഒരു കുഴപ്പമൊന്നുമില്ലെങ്കിൽ നമുക്ക് കയറാം അല്ലേ? നമ്മളും ചെയ്യാൻ പോകണം സംഭവം. അപ്പം ഞാനിവനും കൂടെ കയറാം. ഇവൻ രാഹുൽ എനിക്ക് വേണ്ടി വീഡിയോ എടുത്തു തരും ഇവിടെ നിന്ന്. ഓക്കെ. എനിക്ക് ട്രൈപോഡ് കൊണ്ട് കയറാൻ വേണ്ടി കയ്യിൽ നിന്ന് പോയാൽ തീർന്നു. ഓക്കെ. ട്രൈപോഡ് കയറ്റാത്തോണ്ടല്ല. ട്രൈപോഡ് കയറ്റുമായിരിക്കും. ആ അല്ലെങ്കിൽ ഇവിടെ നിന്ന് മറ്റേ 300 രൂപ കൊടുത്ത് ഗോപ്രോ എടുക്കാം. വേണ്ട, എന്തിന് വെറുതെ. അപ്പം ഞാനും ഭരത്തും കൂടെ കയറാൻ പോകാനേ. ഓക്കെ. ഭരത്ത് റെഡി? കയറുന്നില്ലേ എടി? ഇല്ല അല്ല സെറ്റ്. ഓക്കെ. എൻ്റെ സൗണ്ട് വീഡിയോ ശരിയായിട്ടില്ല, ബട്ട് സ്റ്റിൽ ഉടനെ
ഡ്രാഗൺ ബ്ലോക്സ് പോവുകയാണ് ഗൈസ്. കൂടെ പരത്തുകൊണ്ട് എന്താവും എന്ന് അറിയില്ല, നമുക്ക് നോക്കാം. സാറ് സിംഗിളാണോ? ഇവിടെ ഭാഗ്യ താറ്റ പറയുന്നുണ്ട്, അവിടെ തിരിഞ്ഞോളാം. എന്താവും നോക്കാം. വിഷ്ണു നിക്കറിടുന്നുണ്ട് ഗൈസ്. അമ്മ പോയാ അമ്മ പോകുന്നുണ്ട് ഗൈസ്. ഗൈസ് പയ്യാണ് പോകുന്നത് ഗൈസ്, അതുകൊണ്ട് പേടിക്കേണ്ട കാര്യമില്ല ഗൈസ്. അമ്മമാർ പോയി കഴിഞ്ഞു. ഇനി നമുക്ക് അമ്മമാർ തിരിച്ചു വരുന്നത് എടുക്കാം. ഓക്കെ, പോയവന്മാർ തിരിച്ചെപ്പോൾ വരുവാടാ അമ്പി? അതാണ് ഒറ്റയ്ക്ക് പോകാനാണ് എനിക്കും താല്പര്യം. ഒറ്റയ്ക്ക് പോയാലേ നീ ഒറ്റയ്ക്കാവൂല്ലേ? അവർ വരുന്നുണ്ട് ഗൈസ്. അവരാണെന്ന് എനിക്കറിഞ്ഞൂടെ, പുല്ല് കണ്ണും കണ്ടുകൂടല്ലേ. തന്നെ 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 ഗൈസ്, ജോയിത്ത് വരുന്നുണ്ട് ഗൈസ്. പെറ്റി അടിക്കണോ നിന്നെ? ഞാൻ പറഞ്ഞു ഡേയ് ലൈസൻസ് ഇല്ലടാ, ഹെൽമെറ്റ് ഇല്ല ഡേയ്. ഓ കിടുന്ന സാധനം ഗൈസ്. അമ്മ പൊളി സാധനമായിരുന്നു, നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പേടി തോന്നും, പക്ഷെ പേടിക്കൂല. ഹൈറ്റ് ഒന്നും അധികം, എല്ലാം മിനിയേച്ചർ ആയിട്ടല്ലേ തോന്നണേ. പേടിക്കൂല ഗൈസ്, കൊള്ളാം. ഇവിടെ വന്നാൽ നിങ്ങളും ട്രൈ ചെയ്യേണ്ടതാണ്. ഓക്കെ, സിപ്പ് ലൈൻ അങ്ങനെ എന്തോ സംഭവത്തിൻ്റെ പേര്. ഓക്കെ ഫൈനലി മഞ്ഞെത്തി. ഓ തെർമോക്കോളില് യാക്സ്